ഹലോ ഹലോ. ചോ, ആരുടെടാ ഫോൺ? ഹാ, നാട്ടിൽ നിന്ന് അമ്മയാണെന്ന് തോന്നുന്നു. എടുത്തപ്പോഴേക്കും കട്ടായി. ഓ, ഹലോ ഹലോ. ആ അമ്മേ, ആ പറയൂ. ആ കേൾക്കാം. ആ ഇല്ല ഇല്ല ഇല്ല. ആ അമ്മേ, കുഴപ്പമില്ല, ജോലി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ആ ശരി. ആ ശരി അമ്മേ, സാധനം കിട്ടിയിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. ആ എന്താടാ അമ്മ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും പറയാനുള്ളതൊക്കെ തന്നെ. ആണോ? ആ എടാ, നമുക്ക് നാളെ ഒരിടം വരെ പോകണം. എന്താ കാര്യം? എവിടേക്കാ? നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അമ്മ എന്തോ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് പറയാനാ വിളിച്ചത്. എടാ, ഇപ്പൊ അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? കുറച്ച് ഭേദാണെന്നാ പറഞ്ഞത്. ഇംഗ്ലീഷ് മരുന്ന് നിർത്തി, ഇപ്പോൾ കഷായം തുടങ്ങി. ചോദിച്ചല്ലേ, ഇത് ഞാൻ അശോകൻ. ഫ്ലാറ്റിന് താഴെ നിൽക്കുക. ഏത് ഫ്ലോറാ? ആ ശരി, ഞാനിതാ എത്തി. വാ, അകത്തേക്ക് വാ. ബാലേട്ടാ, ദേ അശോകൻ വന്നു കേട്ടോ. എന്തൊക്കെയുണ്ട് അശോക വിശേഷങ്ങള്? ആ സുഖം തന്നെ ചേച്ചി. ആ ഇരിക്കെ. ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഈ ഏരിയയിൽ ഇത്രയും വലിയ ഫ്ലാറ്റ് വേറെ ഇല്ല. ആ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, കമ്പനി കുറേ പേരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇനിയും ആളെ കുറക്കുമെന്നാ തോന്നുന്നത്. പിന്നെ 2 മാസമായിട്ട് ശമ്പളവും വളരെ വൈകിയാണ് കിട്ടുന്നത്. ഓഹോ. ഡാഡി. അശോകൻ എന്താ കുടിക്കാൻ? ചായയോ കാപ്പിയോ? വേണ്ട ചേച്ചി, ഞാൻ ചായ കുടിച്ചാ വന്നത്. താഴെ വണ്ടിയിൽ ഒരു ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഓ, അത് സാരമില്ല. നാട്ടിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഓ, ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല. ആകെ ഒരാഴ്ചത്തെ ലീവിനാ നാട്ടിൽ പോയത്. ഓട്ടം തന്നെ ആയിരുന്നു. ശോഭയുടെ അനിയത്തിയുടെ കല്യാണത്തിന് തന്നെ പോയി ഒരു 3-4 ദിവസം. ആ അതിനിടക്ക് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ടീച്ചറിന്റെ സ്ഥലം ഓ, 65 സെന്റ്. അതങ്ങ് ഒത്തു വന്നു, ഞാൻ അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഓ, ഈ ബാലേട്ടന്റെ ഒരു കാര്യം, ഒരാളെ കിട്ടിയാ മതി. അശോകൻ ഈ ചായ കൂടി. അമ്മ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇന്നലെ ഒരു കത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഓ ശോഭേ, നീ അശോകന്റെ ആ പൊതിയും കത്തും ഇങ്ങ് എടുത്തേ. ശരി. ഈ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ എന്താ? ഒരു കണക്കിന് നമ്മളെപ്പോലുള്ള ഗൾഫുകാർക്ക് അത് തന്നെയല്ലോടോ നല്ലത്. ബാലേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്. ചേച്ചി ഇതിലെന്താ? അത് നീ തന്നെ തുറന്നു കണ്ടാ മതി എന്നാ അമ്മ പറഞ്ഞത്. താഴെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. എന്നാ ശരി. പിന്നെ അശോക, ഇടയ്ക്ക് ഇറങ്ങാൻ മറക്കണ്ട. വരട്ടെ ചേച്ചി. ശരി. ഓ, ഇതെന്താടാ കാര്യമായിട്ടുണ്ടല്ലോ. ശരിക്കും പിടിക്കടാ. സ്നേഹം നിറഞ്ഞ മോനെ, ഫോണിൽ പറയാത്ത ഒരു പ്രത്യേക വിശേഷം അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. നീ ഓർക്കുന്നില്ലേ ആ തെട്ടുപാടത്തുള്ള വരിക്കപ്ലാവ്? അതിന് നിന്റെ പ്രായ. എത്ര കാലായി അമ്മ കാത്തിരിക്കുന്നു ആ പ്ലാവ് ഒന്ന് കായ്ച്ചു കാണാൻ. ഇത്തവണ ആദ്യമായി അതിലൊരു ചക്കയുണ്ടായി. ഇനി ഒരിക്കലും കായ്ക്കില്ല എന്ന് പറഞ്ഞ് ആ മുസ്തഫ കഴിഞ്ഞ മാസവും ചോദിച്ചിരുന്നു. മുറിച്ചു വിൽക്കാനേ. മോനെ, നിനക്കറിയാലോ, ആ വരിക്കപ്ലാവെന്ന് വെച്ച അമ്മയ്ക്ക് ജീവനാ. അതിന് വെള്ളം ഒഴിച്ചും വളർത്തിയ അമ്മ മോൻ അടുത്തില്ലാത്ത വിഷമം മറക്കണത്. ഇപ്പോ തൈക്ക് വെള്ളമൊഴിക്കാനാ ആളെ കിട്ടാത്തത്. നീയുണ്ടാവുമ്പോൾ
ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. 2 കൊല്ലായില്ലേ നീ പോയിട്ട്. മതി, ഇനി നീ അമ്മയുടെ അടുത്തേക്ക് വാ. ഒറ്റയ്ക്ക് ആ മരുഭൂമിയിൽ ബുദ്ധിമുട്ടണ്ട. എൻ്റെ പൊന്നുമോൻ അമ്മയുടെ അടുത്തേക്ക് വേഗം വാ. എത്ര കാലാന്ന് വെച്ചാ അമ്മ നിന്റെ വരവും കാത്തിരിക്കുക. ഞാൻ എത്ര എന്നെ സ്നേഹിച്ചു വളർത്തിയാലും ഈ മരങ്ങളൊക്കെ നിനക്ക് പതരാവില്ലല്ലോ. നീ വരണം, വേഗം വരണം. ഞങ്ങളെല്ലാവരും നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് എന്ന് സ്നേഹത്തോടെ സ്വന്തം അമ്മ. എടാ നീ പൊതിയിലെന്നാന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇതൊരു ചക്കയാ. അമ്മ എന്നെ പോലെ നോക്കി വളർത്തിയ പ്ലാവിൽ ആദ്യമായി ഉണ്ടായതാ. ബാക്കി പിന്നെ പറയാം. ആ ശരിക്കും പിടിക്കടാ. തഴപ്പല്ലേ. എടാ അവന്മാരെ കാണുന്നില്ലല്ലോ. അതിരാവിലെ പോയതാ. അവന്മാര് വരുമ്പോ വരട്ടെ, നീ ചീട്ടിട്. ആ എത്തിയല്ലോ. ഡേ എല്ലാവരും ഒന്ന് ഒതുങ്ങി. ഒന്നിവിടെ വെക്കട്ടെ. ഇച്ചിരി മാറിയടാ. ഓ ഇതെന്തോ കാര്യമായിട്ടുണ്ടല്ലോ. നാട്ടിൽ നിന്ന് ഇവന്റെ അമ്മ സ്പെഷ്യലായിട്ട് കൊടുത്തു വിട്ടതാ. തിന്നാനാ. ആ എന്നാ പൊതുവേഗം പൊട്ടിക്കടാ. ആക്രാന്തം കാണിക്കലടാ, എല്ലാം നിനക്കൊക്കെ തന്നെയാ. ഷീലയുടെ കണക്ക് ക്ലോസ് ചെയ്യാത്ത എന്താ? ഓക്കെ ഓക്കെ. അല്ലയാ ഒരെണ്ണം ഒഴിക്കട്ടെ. സെവനപ്പുണ്ടാ? സേവനപ്പൊന്നുമില്ല. ആ എങ്കിലൊന്നും ഒഴി. ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. ഇന്നിനി എം ഡി വരില്ല, നാളെ വരൂ. ഓ, അപ്പൊ ഞാൻ നാളെയും വരേണ്ടി വരുമല്ലോ. അളിയാ, ഈ ആഴ്ച എങ്ങാനും വല്ലതും നടക്കുവോടെ? ശരി. പോട്ടെ. നീ പോടാ, ക്ലൈമാക്സ് നടക്കുമ്പോ ഇതൊരു തമാശ. എടാ ആരെങ്കിലും ഒരു കത്തി നാടാ. ഓക്കെ വെയിറ്റ്. എന്നാടേ കത്തി തകർക്ക് അവന്റെ ഒരു അവന്റെ ഒരു കത്തി. ആരെങ്കിലും ഒരു വാക്കത്തി താടാ. ജോസഫല്ലേ ഇരിക്കുന്നത്. ഇതിലും വലിയ കത്തി എവിടെ കിട്ടാനാ? വേണ്ട, പോടാ പോടാ. കടയിലൊക്കെ ഒന്ന് കയറി. ആരുടെ കയ്യിൽ ഒരു നല്ല കത്തി എടുക്കാൻ? ആവശ്യത്തിനുള്ള സാധനം കിട്ടില്ല. എടാ ജോസഫേ, നീ ആ വണ്ടിയുടെ ചാവിതാ. ഞാനൊരു വാക്കത്തി കിട്ടാൻ നോക്കട്ടെ. നോക്ക്. ഈ വെള്ളിയാഴ്ച ആയിട്ട് എവിടെ കിട്ടാനാ വാക്കത്തി? നല്ല മണം. ആയ്, അസല് വരിക്കച്ചക്ക. ഈ കാലത്തൊക്കെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ചക്ക കൊടുത്തുവിടോ? ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഇവിടെ കിട്ടുമല്ലോ. അതല്ലടാ, ഈ ചക്കയുമായി എന്തോ ഒരു അടുപ്പം അവനുണ്ട്. പക്ഷെ മുഴുവനായി അവനൊന്നും പറഞ്ഞുമില്ല. എടാ അശോകന്റെ ഫോണല്ലേ അടിക്കുന്നത്? ഛേ, അവൻ മൊബൈൽ എടുക്കാതെയാണോ പോയത്? എടാ നീ ആ ഫോണൊന്ന് എടുത്തു നോക്കടാ. നാട്ടിൽ നിന്നുള്ള ഫോണാണല്ലോ. എടാ ഒന്ന് ഓളിയും കുറച്ചേ. ഹലോ ഹലോ, അല്ല ജോസഫാ, അശോകൻ പുറത്തു വരികയാണല്ലോ. ആ ഞാൻ അവൻ്റെ റൂംമേറ്റാ. അവൻ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ഹലോ ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. താനത്ത് കോപ്പിലെ പണിയാണ് കാണിച്ചു. ഹലോ ഹലോ. ആ അമ്മ. അമ്മയോ? എപ്പോ? എത്ര മണിക്ക്? ഓ ശരി, ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം. എന്താടാ കാര്യം? നീ ആകെ അപ്സെറ്റ് ആണല്ലോ. അശോകന്റെ വീട്ടിൽ നിന്നായിരുന്നു ഫോൺ. അവന്റെ അമ്മ. ഇത് ഞാൻ എങ്ങനെ അവനോട് പറയും? ഇന്ന് രാവിലെ പെട്ടെന്ന് നെഞ്ചുവേന വന്ന് ആശുപത്രി കൊണ്ടുപോയതാ. ഉച്ചയോടെ അശോകൻ പോയിട്ട് കുറച്ചു നേരമായല്ലോ. എടാ നീ ഒന്ന് പോയി നോക്കിയേ.
കിട്ടിയടാ കിട്ടി. എടാ സജി, നിന്റെ വെളിച്ചെണ്ണ കുപ്പിങ് എടുത്തേ. ഇതിൽ കുറച്ച് തേക്കും ചെയ്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഞാൻ ഈ പാൻ്റൊന്ന് മാറ്റിയിട്ട് വരട്ടെ. നീ ഇതുവരെ തേച്ചില്ലേ? ഇവനോടൊക്കെ ഒരു പണി പറഞ്ഞ ആ ചക്ക മുറിക്കുമ്പോ അമ്മ ചെയ്യുന്ന പണിയാണിതൊക്കെ. എടാ സജി, നീ ഒന്ന് പിടിച്ചേ. ആ അശോക, നീ പോയപ്പം മൊബൈൽ എടുക്കാൻ മറന്നു. നാട്ടിൽ നിന്ന് ഞാൻ മുറിച്ചോട്ടെ. നിങ്ങൾക്കറിയോ, ഇതുണ്ടായ പ്ലാവിനും എനിക്കും ഒരേ പ്രായമാ. അമ്മയ്ക്ക് എന്നെ പോലെ പ്രിയപ്പെട്ടതാ ആ പ്ലാവും. രണ്ടും പുറമെ നിൽക്കുകയാണെന്ന് അമ്മ എപ്പോഴും പറയും. ഏതായാലും അവസാനം ആ പ്ലാവിലൊരു ചക്കയുണ്ടായി. ഏടാ, നീ ഒരു കമ്പെടുത്തോണ്ട് വാ, ഈ വെളിഞ്ഞിരുന്ന് തുടക്കട്ടെ. പണ്ടൊക്കെ അമ്മ ചക്ക മുറിക്കുമ്പോ മുറിച്ച് തീരും മുമ്പേ ഞാൻ തീറ്റ തുടങ്ങും. അന്നേരം കയ്യിലും ദേഹത്തും എല്ലാം വെളിഞ്ഞിറാകും. പിന്നെ അമ്മക്ക് ഒരു ദിവസം മുഴുവൻ പണിയാ എന്നെ ഒന്ന് വൃത്തിയാക്കാൻ. എടാ സജി, നീ ആ പ്ലേറ്റിംഗ് എടുത്തേ. എടാ, നീ ആക്രാന്തം മൂത്ത കുരുകൂടെ കഴിക്കില്ലേട്ടാ. എന്താടാ, എന്തു പറ്റി? എല്ലാവർക്കും എന്താടാ ഒരു മൗനം? എന്തു പറ്റിയടാ? ഇതിലൊരു കുരു എനിക്ക് എവിടെയെങ്കിലും നടണം. അമ്മയുടെ ഒരു ശീലമാണത്. അശോക, ഒരു മിനിറ്റ്. അതെ, നിനക്ക് നാട്ടിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. ഹലോ ഹലോ ഹലോ, ബാബുവേട്ടനല്ലേ? ഇത് സുനിലാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ രാവിലേക്ക് ഒരു ടിക്കറ്റ് വേണമായിരുന്നു. അതെ, ആ, ശമ്പളം ഒരാഴ്ച കഴിയും. പ്ലീസ് എങ്ങനെയും ഒന്ന് ശരിയാക്കി തരാം. പൈസ 2 ദിവസം ശരിയാക്കി തരാം. ഹലോ, അങ്ങനെ പറയരുത്, അത്യാവശ്യമാണ്. ഹലോ ഹലോ, ഛേ, കട്ടായി. ഛേ, കഷ്ടായി. വെച്ചോ. നിങ്ങളെന്താ കഴിക്കാത്തത്? എടാ അശോക, എടാ, എനിക്കറിയാം. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്താണ്. എനിക്ക് എല്ലാം കാണാം.
എത്രമാത്രം വിത്തുകളാ. ഹാ. ഇതെല്ലാം മുളച്ചാൽ എന്തു രസമായിരിക്കും. ഇതിലൊന്നെങ്കിലും എനിക്ക് നടണം. അമ്മയ്ക്ക് വേണ്ടി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി.